ഭഗവാനെ വിഘ്നേശ്വര കാത്തിരക്ഷിച്ചോളണേ. ഭഗവാനെ ഭഗവാനെ കാത്തിരക്ഷിക്കണേ ഭഗവാനെ. ആ വന്നല്ലോ. ദൈവമേ, ഇതാര് തമ്പിയണ്ണനാ? നിന്റെ നോട്ടോ സംസാരം കേട്ടാ നീ തമ്പിയണ്ണ ആദ്യമായിട്ട് കാണുന്നവനല്ല. അതല്ല, അണ്ണൻ എന്തോ ഒരു മാറ്റം, എന്തൊരു തേജസ്, എന്താ ഒരു തലയെടുപ്പ്. സത്യം പറ, എന്താ ഇതിന്റെ രഹസ്യം? മതി മതി മതി, നീ എന്നെ അധികം സോപ്പിട്ട് കുളിപ്പിച്ച് കിടത്താൻ നോക്കണ്ട. സോപ്പിന്റെ കാര്യം പറഞ്ഞപ്പോഴൊരു കാര്യം ഓർത്തത്. ഏയ് സോപ്പിട്ട് കുളിക്കുന്നത്? ഇന്ദുലേഖ. അപ്പൊ നമുക്ക് പറഞ്ഞ കറക്റ്റ് ആയാലോ? എന്ത് സൗന്ദര്യം നിങ്ങളെയും തേടിയെത്തും. മതി നിർത്ത്. എനിക്കൊരു സത്യം ഇപ്പൊ അറിയണം. ആരാണ് ഇതിന്റെ ഓണർ? ഓണർ ആരാന്നാ? ദൈവമേ, അണ്ണൻ അൽസമേഴ്സ് വായിച്ചോ? അണ്ണനാണെന്ന് അതിന്റെ ഓണർ. എടാ, ഈ സ്റ്റുഡിയോയുടെ ഓണർ ഞാനാണെന്ന് എനിക്കറിയാം. എന്റെ ചോദ്യം അതല്ല, ഈ മ്യൂസിക് ഗ്രൂപ്പിന്റെ ഓണർ ആരാണെന്നാണ്. റിഹേഴ്സൽ എന്ന് പറഞ്ഞ് നീയൊക്കെ ഇതിന്റെ അകത്ത് കയറി പറ്റിട്ടേ മാസം 3 ആയി. ഉണ്ണുന്നതും ഉറങ്ങുന്നതും പെടുക്കുന്നതും കുളിക്കുന്നതും എന്തിന് അപ്പി ഇടുന്നത് വരെ ഇതിന്റെ അകത്ത്. പറ, എപ്പ വാടക തരും? അപ്പിടുന്നതിന്റെ നിന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, സീരിയസ് ആയിട്ടൊരു കാര്യം സംസാരിക്കുമ്പോൾ അതിനടിക്കാൻ കൗണ്ടർ അടിച്ചിരുന്നു. പറയടാ, എപ്പ തരും? ഒക്ടോബർ 2-ാം തീയതി. ഉറപ്പാണല്ലോ? ഉറപ്പാണ്. അപ്പോ ഒക്ടോബർ 2. ഓക്കെ അണ്ണാ. അണ്ണാ, ഈ ഒക്ടോബർ 2 എന്ന് പറയുന്ന ദിവസം ഏതാണെന്നറിയോ? ഏതാ ദിവസം? അന്നല്ലേ ഗാന്ധി ജയന്തി. ഗാന്ധി ജയന്തി? ഗാന്ധി തലയുള്ള നോട്ട് എണ്ണി മേടിക്കാൻ പറ്റിയ ദിവസം. ദിവസമൊക്കെ കൊള്ളാം, പക്ഷേ ഒരു വർഷം കാത്തിരിക്കണം. ഒരു വർഷം? എന്തിന്? അണ്ണ ഇന്ന് ഒക്ടോബർ 3. ഒക്ടോബർ 2 എന്ന് പറയുന്നതേ ഇനി അടുത്ത വർഷമുള്ളൂ. हम तेरे बिन अब रह नहीं सकते, तेरे बिना क्या वजूद मेरा. हम तेरे बिन अब रह नहीं सकते, तेरे बिना क्या वजूद मेरा. എന്നടാ ഇത്? ഈ ഫോണൊക്കെ റിഹേഴ്സൽ സമയത്ത് സൈലന്റ് ആക്കി വെച്ചൂടെ? ഈശ്വര, പണി പാടുമല്ലോ എല്ലാരും കണ്ടു കഴിഞ്ഞാ. എന്റെ അല്ല. ഇത് നിന്റെ ഗുഡ് ബേർഡേയാ. എലി ഇങ്ങ് തന്നെ. ഹേ രോഹിത്, നിനക്കൊരു ഫ്രണ്ട് റിക്വസ്റ്റ് ഉണ്ട് ഫേസ്ബുക്കിൽ. ആശ ബ്ലാക്ക് ഹാസ് സെൻഡ് യു എ ഫ്രണ്ട് റിക്വസ്റ്റ്. ആര്? ആശ ബ്ലാക്ക്? ബക്കാടി ബ്ലാക്ക്, DSP ബ്ലാക്ക്, ബ്ലാക്ക് ലേബൽ കണ്ടിട്ടുണ്ട്. ഇത് കൊള്ളാലോ, ആശ ബ്ലാക്ക്. പുതിയ ബ്രാൻഡായിരിക്കും അല്ലേ? டேய் ஏன்டா காலையிலேயே ஞாபகப்படுத்துறீங்க? ഡാ പാണ്ടി, വായ്മുടി വാസിടാ. അത് വല്ല ഫേക്ക് പ്രൊഫൈലും ആയിരിക്കും. ഫ്രം മലേഷ്യ, കോലാലംപൂർ. എന്താ? ഓ, അങ്ങനെ ഒരു പൂണ്ടോ? നോക്കട്ടെ. ആശ ബ്ലാക്ക് ആൻഡ് രോഹിത് ആർ ഫ്രണ്ട്സ് നൗ. അങ്ങനെ ഇന്റീരിയർ സെറ്റപ്പ് ഒക്കെ ഓക്കെ. നല്ല ഇருக்கு സർ. യേശുദാസ്, ചിത്ര, SP ബാലസുബ്രഹ്മണ്യം, ഹരിഹരൻ, അങ്ങനെ ആരെങ്കിലും ഒന്ന് വന്ന് കിട്ടിയാൽ മതി. ആ സെക്കൻഡ് റെക്കോർഡിംഗ് തുടങ്ങുക. അണ്ണാ, തമ്പിയണ്ണ, വീണ വീണ. ഇല്ല, ഞാൻ വീണില്ല. അതല്ല, ആ വീണഗീത് ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന്. നമസ്കാരം തമ്പിയണ്ണ. ഇവളെന്നെ കോടതി നിക്ക്. ഈ തമ്പുരുമായിട്ട് എങ്ങോട്ടേക്കാവോ? അയ്യേ, ഇത് തമ്പുരു അല്ല, ഇത് വീണയാ. ഈ വീണയായിട്ട് ഈ വീണ എങ്ങോട്ടേക്കാണെന്ന എന്റെ ചോദ്യം. പിടിച്ചേ. അതില്ലേ, ഞാൻ ഇന്നലെ ഒരു സ്വപ്നം കണ്ടു. എന്ത് സ്വപ്നം? തമ്പിയണ്ണന്റെ ഈ സ്റ്റുഡിയോയില് ദാസാറ് പാടാൻ വന്നിരിക്കുന്നു. എന്നിട്ട് ഓർക്കസ്ട്രക്കാരെല്ലാം വന്നു. ദാസാറ് പാടാൻ മൈക്കും പിടിച്ച് റെഡിയായി നിൽക്കുക. പെട്ടെന്ന് നോക്കുമ്പോ വീണയില്ല. തമ്പിയണ്ണൻ ആകെ ടെൻഷൻ അടിച്ച് വീണാന്ന് നില വിളിച്ച് ഓടി നടക്കുന്നു. പിന്നെ ഞാൻ ഒരു പോളെ കണ്ണടച്ചിട്ടില്ല. തിരിഞ്ഞും മറിഞ്ഞും ഒരു കണക്കിന് എങ്ങനെയൊക്കെയോ നേരം വെളുപ്പിച്ചൊന്ന് പറഞ്ഞാ മതിയല്ലോ. ഇപ്പോ തമ്പിയണ്ണനെ നേരി കണ്ടപ്പോഴാ ഒരു ആശ്വാസമായത്. തമ്പിയണ്ണ, ഞാൻ കണ്ട സ്വപ്നം നേരാണോ അണ്ണ? എന്ത്? ദാസാറ് വരുവോ? ദാസാറ് വരുമെന്നോ? ദാസാറ് വരെയും ചെയ്യും, ഇവിടെ പാടുകയും ചെയ്യും. കുട്ടി, ദാസേട്ടൻ ഒരേ ഒരു നിർബന്ധം. ദാസേട്ടനോ? ദാസാറെന്നല്ലേ വിളിക്കേണ്ടത്? അത് ഞങ്ങൾ ക്ലോസ് ഫ്രണ്ട്സ് ദാസേട്ടാ എന്നാണ് വിളിക്കുന്നത്. അദ്ദേഹത്തിന് ഒരേ ഒരു നിർബന്ധം, ഇവിടെയൊക്കെ ഒരു നല്ല റെക്കോർഡിംഗ് സ്റ്റുഡിയോ ഇല്ലാത്തതുകൊണ്ട് ഇനി അദ്ദേഹത്തിന് എല്ലാ റെക്കോർഡിംഗും ഈ തമ്പിയണ്ണന്റെ സ്റ്റുഡിയോയിൽ ചെയ്താൽ മതിയെന്ന്. ദാസാറ് തമ്പിയണ്ണനാണോ
വിളിക്കുന്നത്? ഞങ്ങൾ ക്ലോസ് ഫ്രണ്ട്സ് ആണല്ലോ. ഇടയ്ക്ക് തമ്പിയണ്ണാന്നാണ് വിളിക്കുന്നത്. പിന്നെ അദ്ദേഹത്തെ പോലെ ഒരു വലിയ മനുഷ്യൻ പറഞ്ഞല്ലേ നമുക്ക് തട്ടിക്കളയാൻ പറ്റുമോ? ഞാൻ പിന്നെ ഓക്കെ എന്ന് പറഞ്ഞു. തമ്പിയണ്ണ, എന്നാ എനിക്ക് ദാസാറിന്റെ കച്ചേരിയിൽ വീണ വായിക്കാൻ ഒരു അവസരം മേടിച്ചു തരുമോ? ദാസാറിന്റെ കച്ചേരിയിൽ ഈ വീണയ്ക്ക് ഈ വീണ വായിക്കാൻ ഒരവസരം നടന്നു തന്നെ. വായിക്കുന്നത് പോയിട്ട് ഒന്ന് കാണാൻ പോലും പറ്റുമെന്ന് കരുതണ്ട. മാത്രമല്ല അദ്ദേഹം പ്രത്യേകമായിട്ടൊരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്. സംഗീതവുമായി ബന്ധമില്ലാത്ത ഒറ്റ ഒരെണ്ണത്തിനെ ഈ സ്റ്റുഡിയോയിൽ കണ്ടുപോകരുത്. ആഹാ, എങ്കിൽ പിന്നെ തമ്പിയണ്ണൻ എന്തിനാ ഇവിടെ നിൽക്കുന്നത്? അത് നീ എനിക്കിട്ടൊന്ന് താങ്ങിയതാന്ന് മനസ്സിലായി. എന്നാ ഒരു കാര്യം കൂടി കേട്ടോ. അദ്ദേഹത്തെ പോലെ മഹാനായ ഒരു ഗായകൻ പാടാൻ പോകുന്ന ഈ സ്റ്റുഡിയോയിൽ നിന്നെ പോലെയുള്ള പന്നകൾ വന്ന് കയറാൻ ഞാൻ സമ്മതിക്കില്ല. എന്താ വിളിച്ചേ? പന്നകളെന്നോ? അതെ, പന്നകൾ. നാറി, തെറ്റ്, ചൂല്. എന്താണ് എടാ ചെമല കൂതറേ, നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ റോഡിലോട്ട് ഇറങ്ങി വാടാ. അപ്പൊ കാണിച്ചേ ഈ വീണയ്ക്ക് ഇത് ആരാണെന്ന് മൊത്തം ഇങ്ങനെ തടയാം. പെണ്ണുങ്ങളെ തമ്പിയണ്ണ ഞാൻ എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് കേൾക്കാം ഇത്രയും വലിയ തെറി. ഞാൻ എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുക ഇത്രയും വലിയ തെറിയേക്കുന്ന ഒരാളെ.